അങ്ങനെ തേപ്പുകട ജാസ്മിൻ വയ്യാണ്ടെയായി, തേച്ച് 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 ഇവിടം വരെ എത്തി. പക്ഷേ ഇനിയിപ്പോൾ തേക്കാൻ ആളില്ലല്ലോ. അപ്പോൾ പിന്നെ വാഴത്തോട്ടമൊക്കെ ഫ്രീ ആണ്. പക്ഷേ കുറേ ആൾക്കാരെ പിടിക്കാനൊക്കെ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. അവസാനം ജിൻഡോയെ വരെ തോണ്ടി നോക്കി, അത് നടന്നില്ല. അങ്ങനെ ജാസ്മിൻ ഔട്ടാവുന്ന സ്റ്റേജ് ആയോ എന്നൊരു ഫീലിംഗ് ആണ്. ഇത് ഒരു ടാസ്ക്കായിരുന്നു, മറ്റേ മുദ്ര പതിപ്പിക്കുക എന്നുള്ളത്. അതിൽ ജിൻഡോയും അഭിഷേകം കൂടെ ഏകദേശം കയ്യാങ്കളി പോലെ ആയി. അതിൻ്റെ ചില ക്ലിപ്പിക്സാണിത്. പിന്നെ പാഴായ അർജുൻ ഇന്നലെ ഒരു പണി ചെയ്തു. അർജുൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നന്ദനെ കാലി വാരി നിലത്തടിച്ചു എന്ന് വേണേൽ പറയാം. അത് ഭയങ്കര മോശമായിപ്പോയി. എന്നിട്ട് അവസാനം കരയുന്നുണ്ടായിരുന്നു പുള്ളി. ഒരു ലോക ഗുണ്ടൻ എന്ന് വേണേൽ പറയാം. കാരണം ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ LGBT എതിരെയല്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്കെതിരെയാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളായിട്ട് മത്സരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ഡീസൻ്റായിട്ടാണ് മത്സരിച്ചത്. ജിൻഡോ പോലും ആരെയും അങ്ങനെ ദ്രോഹിച്ചൊന്നുമില്ല. ജിൻഡോ ഒരിക്കൽ ആ നന്ദനായിട്ട് ചെറുതായിട്ട് ഒരു ഇത് ചെയ്തു, അത് പുള്ളി കയ്യെ കയറി പിടിച്ചു. കാരണം പുള്ളിക്ക് ദേഷ്യം വന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, അതെന്താണെന്ന് വെച്ച്. പക്ഷേ ഇവൻ ഈ അർജുൻ നന്ദനെ പിടിച്ച് വലിച്ചപ്പോൾ അവൻ്റെ ബാഗ് പൊട്ടിപ്പോയി. ഉടനെ പറയാണ്, ഞാൻ ബാഗ് കെട്ടി വെക്കട്ടെ, ഞാൻ കെട്ടി വെച്ചിട്ട് നീ പിടിച്ച് വലിച്ചോ, ഞാൻ ഒന്നും പറയില്ല, നീ പിടിച്ച് വലിച്ചോ, ഞാൻ കെട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ നടന്നപ്പോൾ അവൾ എന്ത് ചെയ്തു, പിന്നെ പിടിച്ച് വലിച്ചപ്പോൾ ഇങ്ങനെ മറ്റേ ഗുസ്തിയിലൊക്കെ പിടിച്ച് മറ്റേ കയ്യെ പിടിച്ച് വലിച്ച് 360 ഡിഗ്രി കറക്കി അടിക്കില്ലേ, അതുപോലെ ഒരു അടിയാണ് അടിച്ചത്. നന്ദന പെട്ടുപോയി. നന്ദന അവസാനം ആ ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു. നന്ദന ഓടിച്ചെന്ന് മെഡിക്കൽ റൂമിൽ പോയി. അവൾക്ക് എവിടെ വേദന എന്ന് അവൾക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അമ്മാതിരി വേദനയായിരുന്നു. അടിവയറ്റിനാണ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി ഒരു വേദന ഒരു പെണ്ണിനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇവനൊന്നും ഗുണം പിടിക്കത്തില്ല. അവൻ ചെയ്തത് ഇവൻ്റെ ഏറ്റവും വലിയ ഡബിൾ സ്റ്റാൻഡാണ് ഇത് നമ്മൾ കണ്ടത്. ഞാൻ ഇത് കെട്ടിക്കഴിഞ്ഞ് നീ ഇപ്പോൾ പൊട്ടിച്ചോ എന്ന് പറഞ്ഞ് മറ്റേ കുണ്ടൻ എന്ന് പറഞ്ഞാൽ ഇവൻ മറ്റേ മോഡലാണ്, മൈരാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവന്. പിന്നെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, അത് പോട്ടെ, അത് വേറെ കഥ. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. അതാണ് ഇതുവരെ രക്ഷപ്പെടാത്തത്. ഇവൻ ഗബ്രിയുടെ കൂടെ നിന്നു, കുറച്ച് നാൾ ഇവിടെ നിന്നു, അവിടെ നിന്നു, ജാസ്മിൻ്റെ കൂടെ നിന്നു, രശ്മിൻ്റെ കൂടെ നിന്നു. അവസാനം ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല, മറ്റേ ഋഷി ഇവരുടെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് മനസ്സിലായി, അവരിത് ഈ സീൻ കണ്ടിട്ട് അവർ ആകെ ഞെട്ടിപ്പോയി. എന്തോടെ ഈ കാണിച്ചത്, ഇവിടെ ഒരു മനുഷ്യത്വം വേണ്ടേ, ഇങ്ങനെ കാണിക്കാൻ പാടുള്ളൂ. ആ പെണ്ണ് അവസാനം മെഡിക്കൽ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നന്ദനെ അടുത്ത് പോയിട്ട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇവൻ, നാണോ ഇല്ലാത്തവൻ. അപ്പോൾ അവളിങ്ങനെ കൈയൊക്കെ മുറുക്കി പിടിച്ചിട്ട് ഓക്കെയാണ് എന്നും പറഞ്ഞിട്ട് ആ കിടക്കുന്ന ഈ സീന് മറ്റേ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. മറ്റേ എപ്പിസോഡിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഭയങ്കര മോശമായിപ്പോയി. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഇമാതിരി ഒരു വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഈ ഷോയിൽ മുന്നോട്ട് പോകാൻ അർഹതയില്ലാത്ത ആൾക്കാരാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ശ്രീധുവിനും അതൊന്നും പറഞ്ഞ് ഒന്ന് ഇതാക്കാൻ പോലും ഉള്ള ഇതില്ല. അവൾ ലൈവ് കണ്ടതാണ്. ഇവളെ എങ്ങനെ ഒന്നുമല്ലെങ്കിലും നന്ദന ഒരു പെണ്ണല്ലേ. അവൾ പുറകിൽ നിന്ന് നടന്ന് ഇവനെ മാന്തായിരുന്നു. ഇവനെ പുറകിൽ നടന്നിട്ട് ഇവൻ്റെ ബാഗെ പിടിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ബാഗ് ഒന്ന് പൊക്കി പിടിക്കുക, അങ്ങനെ വല്ലതൊക്കെ ചെയ്യുക. അല്ലാതെ ഉടനെ മറ്റേ ബാഗിൽ അവളുടെ കൈയുള്ള സമയത്ത് തന്നെ ആ ബാഗിൻ്റെ വള്ളിയെ പിടിച്ച് ഒരു ഒറ്റ വലി അതിൻ്റെ ഇടയിൽ കാലും വെച്ച് കൊടുത്തു. എന്നിട്ട് കരയാണ്, പുറത്തിരുന്നിട്ട് അവിടെ ഒരു റൂമിലിരുന്നിട്ട് ഇങ്ങനെ കരയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നാണക്കേടാന്ന് അവൻ തന്നെ മനസ്സിലായി. അയ്യോ ഇത് ഭയങ്കര നാണക്കേടായിപ്പോയി എന്ന് മനസ്സിലായി. പിന്നെ ഈ ആഴ്ചത്തെ നമ്മളെല്ലാം കണ്ടതാണ്, നിങ്ങളെല്ലാം കണ്ടു കാണും. ചിലർ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ നോറ മറ്റേ ഒരു ടാസ്കിൽ ജയിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര സംഭവം എന്നാണ് പറയുന്നത്. ഒറ്റ ടാസ്ക് 2 മണിക്കൂർ 15 മിനിറ്റ് കണ്ട് നിന്നു. ആ ഒരു ഫ്ലവർ വേസ് കാലിൽ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ടാസ്ക്, അത് മാത്രമാണ് അവൾ ചെയ്ത റെക്കോർഡ് ബ്രേക്ക്. അപ്പോൾ അതുപോലെ ഒരെണ്ണം ചെയ്തിട്ട് എനിക്ക് കപ്പ് വേണമെന്ന് പറയുന്ന ആളാണല്ലോ നോറ. ഞാൻ ഇത്രയും ചെയ്തില്ലേ, ഞാൻ ഭയങ്കരമല്ലേ എന്നുള്ള. പിന്നെ ജിൻഡപ്പനും മറ്റേ അഭിഷേകം കൂടെ ഉള്ള അടി, അത് ഭയങ്കര ഹെവി ആയിപ്പോയാലും പക്ഷേ അവർ കൺട്രോൾ ചെയ്തു. ആ അടിയും ലൈവിൽ ഫുള്ളായിട്ടൊന്നും കാണിച്ചില്ല, എന്നാലും അത് കുറേയൊക്കെ കണ്ടു. കുറേയൊക്കെ ക്ലിപ്പിങ്സ് ഞാനിങ്ങനെ എടുക്കാൻ ശ്രമിച്ചു. പിന്നെ ഈ ആഴ്ച ജാസ്മിൻ്റെ പാഴുകളിയായിരുന്നു. ജാസ്മിൻ എല്ലാത്തിലും തോറ്റി ഏകദേശം. ലാലേട്ടൻ്റെ മുന്നിൽ മറ്റേ നട്ട് ബോൾട്ട് മുറുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ബോൾട്ട് വെച്ചിട്ട് ഓടിച്ചെന്ന് മറ്റേ കുഴിക്കകത്ത് ഇങ്ങനെ നുഴഞ്ഞ് കയറി ചെയ്യുന്ന പരിപാടിയൊക്കെ, അത് മാത്രമേ ഇത് വീഴുന്ന കണ്ടില്ലേ. ജിൻഡോയും മറ്റേ അഭിഷേകിനെ പോയി പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് ഭ്രാന്തനാണ്. ജിൻഡോയ്ക്ക് പോയി മറ്റേ അർജുൻ്റെ ഇതിൽ പോയി അടിച്ചാൽ പോരായിരുന്നു, അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യാൻ പോവുക. അങ്ങനെ അഭിഷേക് ഫൈനലിൽ കയറി. അഭിഷേകാണ് ഫസ്റ്റ് വ്യക്തി ഫൈനലിൽ കയറിയത്. ടിക്കറ്റ് ഫിനാലെ ജയിച്ച് പുള്ളി 11 പോയിൻറ്റ്സ് കണ്ടുണ്ട്. 13 പോയിൻ്റാന്ന് തോന്നുന്നു. 5 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. അതെ 13 പോയിൻറ്റാണ്. 5 പോയിൻറ്റ് വ്യത്യാസമുണ്ട് സെക്കൻഡ് പ്ലേസ് വരെ. സെക്കൻഡ് പ്ലേസിൽ ഈ പഴയ അർജുനാണ്. എന്തിനാ അതിൻ്റെ ഇവന്മാർ ജയിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ കപ്പൻ കാണോ അടിച്ച ജാസ്മിൻ്റെ കാര്യം പോലെയാണ്.
കാർഗിച്ച് തുപ്പും ആൾക്കാർ. ജാസ്മിൻ്റെ ആർമിയൊക്കെ വെളിയിൽ കുറേ പണികൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ചാനലുകളിൽ കുറേ പരിപാടികളൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും രസമായിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. ജാസ്മിൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ ടാസ്കിലൊക്കെ ഇങ്ങനെ ആയി പോകും, ഇങ്ങനെ പാഴായി പോകുന്നു. ഇന്നലെ മറ്റേ ചാക്ക് പിടിച്ച് ഓടുന്ന ഇതിൽ മറ്റേ പട്ടി കഥയ്ക്കുന്ന പോലെ കഥയ്ക്കുന്നുണ്ട്. ഇങ്ങനെ അയ്യോ 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 എന്ന് പറഞ്ഞ ഉടനെ മെഡിക്കൽ റൂമിലേക്ക് പോയി ഇരിക്കുന്നുണ്ടില്ലേ. ഇവൾക്ക് കൊതിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഗബ്രിയുടെ പോലത്തെ ഒന്ന് രണ്ട് ചെക്കന്മാരെ, മുന്നേയോ ഗബ്രിയോ ഈ മറ്റേ അഫ്സലോ അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലുള്ള പിള്ളേരെ വേണം. അവളുടെ ഒരു ഫെറ്റിഷ് എന്ന് വേണമെങ്കിൽ പറയാം അത്. അങ്ങനത്തെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ വാഴത്തോപ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒലിപ്പിച്ച് തേപ്പ് കട പരിപാടി നടത്തും. പക്ഷേ അത് മാത്രമല്ലല്ലോ ബിഗ് ബോസ്, അത് അവൾക്കിപ്പോൾ മനസ്സിലായി. അതിനകത്ത് ഏറ്റവും പാഴായിട്ട് രണ്ടുപേരുണ്ട്. അവർ മറ്റേ ശ്രീതു ശ്രീജുൻ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. എന്തിനാണ് ആ രണ്ടെണ്ണത്തിന്? അതില്ലെങ്കിൽ പ്രേമം കണ്ടന്റ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഓടൂലേ? ഇവന്മാർക്ക് ബോധം വെള്ളിയാഴ്ചയില്ലെന്ന് തോന്നി. ബിഗ് ബോസിലെ മറ്റേ ക്രിയേറ്റീവ് ടീമോ എന്ത് ടീമാണേലും എന്തൊക്കെയാണ് കാണിച്ചത്. ജാസ്മിനെ പ്രൊമോട്ട് ചെയ്ത് ഇത്രയ്ക്കും നാറ്റിച്ച് ഷോനെ. ഈ നാറ്റിക്കുമ്പോൾ കൂടുതൽ TRP കിട്ടുന്നതുകൊണ്ടാണ് അവന്മാരുടെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചു. അവിടുന്ന് മറ്റേ ടെഡി ബെയർ കൊണ്ടുതരുന്നു, മറ്റേ ഇത് കൊണ്ടുതരുന്നു, ഫുഡ് ചെയിൻ കൊണ്ടുതരുന്നു. ചെയിനൊക്കെ മറ്റേ അറബിയിൽ എഴുതിയ ചെയിനൊക്കെയാണ്, അല്ലാവിൻ്റെ ചെയിനൊക്കെയാണ് അത്. അപ്പോൾ അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള സംഭവമൊക്കെ ഇപ്പോൾ ഓരോരുത്തർ കൊന്തയൊക്കെ ജപിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവുമോ? അല്ലെങ്കിൽ മന്ത്രവാദമൊക്കെ ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ എല്ലാവരും ഇപ്പോൾ ഹിന്ദുക്കളൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതൊരു വർഗീയ സംഭവമായിട്ട് മാറൂലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു ബിഗ് ബോസ്. എന്താണെങ്കിലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ 10-15 ദിവസം കൂടിയേ ഉള്ളൂ. എന്താണെങ്കിലും നോക്കാം, നമുക്ക് അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. ഈ ആഴ്ച കുറച്ചൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ പാഴിൽ പാഴായി പോയി. തേപ്പുകട ജാസ്മിനെ തേക്കാൻ സ്ഥലമില്ല. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ തേപ്പുകട ജാസ്മിന് ഒറ്റയ്ക്കിരുന്ന് തേച്ചോ മോളെ. 10-23 വയസ്സേ ഉള്ളെന്നാണ് പറയുന്നത്. എല്ലാം മറ്റേ 30-35 ആയ ആൾക്കാരെയൊക്കെ മോനെ നീ പോടാ മോനെ, നീ മോനെ, നീ അവിടെ പോയിരുന്ന് മോഹിക്കോ, നീ കരഞ്ഞോ, നീ അവിടെ ഇരുന്ന് കരഞ്ഞോ, ഞാൻ ചേച്ചി നിന്നെ മാന്തും, നീ എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാന്തും. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സാധനമാണ്.